വെൽക്കം ടു ജോളിസ് കുലീന. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മഷ്റൂം ഫ്രൈഡ് റൈസാണ് ഇന്ന് ഞാൻ ജോളിസ് കുലീനയിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒരു ഉരുളിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കളർ ചേഞ്ച് വരണ്ട, ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ച മണമൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഒരു പച്ച മണം ഏകദേശം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ജീരകശാല അരിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അത് 1.5 നാഴിയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ പേസ്റ്റിലോട്ടും നെയ്യിലോട്ടും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ അരി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഈ നെയ്യിലും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിലും കിടന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഏകദേശം അരി നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് വേവിച്ച ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലയ്ക്ക് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മിക്സിലേക്ക് കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, 2-3 ഏലക്ക ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം സിമ്മിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് സിമ്മിൽ നന്നായിട്ട് അരി വെന്ത് കിട്ടും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് അരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലിടേണ്ട മിക്സ് നമുക്ക് റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് ഒരു 3 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10-20 കുരുമുളക്, മുഴുവൻ കുരുമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
മസാല ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നല്ല പഴുത്ത ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇതിനോടൊപ്പം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിപ്പോൾ വഴറ്റി വന്നിട്ട് ഇതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കണം. വേവിച്ച് വെച്ചാൽ മഷ്റൂം ഇട്ട് കൊടുക്കുകയാണ്. മഷ്റൂം ഇട്ടിട്ട് പിന്നെ സ്പ്രിങ് ഓണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേവിച്ച് അതിൻ്റെ ബോൺസൊക്കെ മാറ്റിയ ചിക്കൻ, ഈ ചിക്കൻ്റെ സ്റ്റോക്കാണ് ഞാൻ നേരത്തെ അരിയിലോട്ട് ഒഴിച്ച് വേവിച്ചത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കനിലും മഷ്റൂമിലൊക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഫ്രൈഡ് റൈസിന് ഇടാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. മിക്സ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ചെറിയ സിമ്മിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ അരി എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. സ്പ്രിങ് ഒണിയൻ്റെയും മസാലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഞാനിതിലേക്ക് ഏകദേശം ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലൂടെ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ മതി. ഈ ഫ്രൈഡ് റൈസ് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. ഒരു സാലഡും കൂടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കാനായിട്ട് പറ്റും. ഈ ഫ്രൈഡ് റൈസിന് ഇനിയും ടേസ്റ്റും മണമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു സാധനം ആഡ് ചെയ്യുന്നുണ്ട്. സെലറി ലീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നല്ല മണമായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.